ആർ സി സിയിൽ ഉണ്ടോ കയറി വരുന്ന ഭാഗമാണ്. ഒരു ദിവസം ഒത്തിരി പേര് ഇവിടെ അഡ്മിറ്റ് ആവുന്നുണ്ട്. ഉണ്ടോ ശരിക്കും പേരുണ്ട്. നമ്മളിവിടെ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് അസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യപരമായിട്ടിരിക്കുന്ന നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരെന്ന്. ഇതൊന്നുമല്ല, ഇതിപ്പോൾ ആൾ കുറവാണ്, രാവിലെ ആയതേ ഉള്ളൂ. ഇപ്പം കുറച്ചു നേരം കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര തള്ളായിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും. സത്യത്തിൽ ഇവിടെ വന്ന ശേഷമാണ്, ഇപ്പോൾ എൻ്റെ ഫാദറിനെ കൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്ന ശേഷമാണ് സത്യത്തിൽ ഇതിന് ഈ ക്യാൻസറിന് ഒരു മരുന്ന് എത്രയും വേഗം ഒന്ന് കണ്ടുപിടിച്ചാൽ മതിയെന്നാണ് നമ്മളിപ്പം പ്രാർത്ഥിക്കുന്നത്. കാരണം ഇതിൻ്റെ ഇത്രയും തീവ്രത ഇവിടെ വന്ന ശേഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് തെള്ളും തിരക്ക് ഇത്രയൊന്നും അല്ല, ഇതിപ്പം തുടങ്ങിയതേ ഉള്ളൂ രാവിലെ. കേട്ടോ, ഇവിടെ ഈ വീഡിയോ കാണുന്ന പലരും വന്നിട്ടുണ്ടായിരിക്കും പലരും, എന്നാലും നമ്മളിത് കൂടുതൽ ഇവിടെ വന്ന ശേഷമാണ് കൂടുതലും മനസ്സിലാക്കാൻ പറ്റിയത്. ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് ആരെങ്കിലും ഇനി പുതുതായിട്ട് ആരെങ്കിലും വരാനുള്ളവരോ അങ്ങനെ വീഡിയോ കാണുന്നവർ ഇപ്പം ഇവിടെ വരുമ്പോൾ ആദ്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആദ്യം ഇവിടുത്തെ ഈ സർക്കാർ പദ്ധതികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, കാരുണ്യം അങ്ങനെയൊക്കെ ഉള്ളതിലുണ്ടെങ്കിൽ എത്രയും വേഗം മെമ്പർഷിപ്പ് എടുത്തില്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ചെയ്യുക. അത് എത്രയും വേഗം അതിൽ അംഗമാവണം. കാരണം ഇവിടുത്തെ ചികിത്സാ ചിലവെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, താങ്ങാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളുടെ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ മെഡിസപ്പ് ഉള്ളതുകൊണ്ട് ഒരുവിധം തട്ടിപ്പോയി. പക്ഷേ ഓരോ ടെസ്റ്റ്, ഓരോ മരുന്നുകൾ ഭയങ്കര വിലയാണ്, ഭയങ്കര താങ്ങാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവിടെ വന്ന് റൂം എടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുന്ന പോലെയാണ്. കാരണം ഓരോ റൂമിന് 400-600 ഒക്കെ വാങ്ങിക്കുന്നവരുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഭാഗ്യത്തിന് തൊട്ടടുത്ത് തന്നെ കിട്ടി. വളരെ തുച്ഛമായിട്ടുള്ള ഇതാണ്, ഫുഡൊക്കെ ഫ്രീ ആണ്. അപ്പോഴങ്ങനെയൊക്കെ ഉള്ളിടത്ത് നിങ്ങൾ താമസിച്ചാലും നിങ്ങൾ ഇറങ്ങി വരാൻ നേരത്ത് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു 100 രൂപയെങ്കിലും അധികം വെച്ച് കൊടുത്തിട്ടേ വരാം. കാരണം ഇങ്ങനെയുള്ള സന്നദ്ധ സംഘടനകൾ നിലനിൽക്കണമെന്നും. കാരണം പാവപ്പെട്ട, ഇന്നലെ ഞാനിവിടെ രാത്രി വന്നപ്പം ഒരു അമ്മയും മോനും മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അവർക്ക് റൂമൊന്നും കിട്ടിയില്ല. അപ്പോഴും ഞാനിവിടെ ആദ്യമായിട്ട് എൻ്റെ ഫാദറിനെ കൊണ്ടുവരാൻ നേരത്ത് ആ ഡോക്ടർ പറഞ്ഞു, ഇതേപോലെ ഈ നമ്പറുകൾ ഒന്ന് സേവ് ചെയ്ത് വെച്ചേരെ, ഫോട്ടോ എടുത്ത് വെച്ചേരെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് വിളിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ആ നമ്പറിലൊന്ന് വിളിച്ച് കൊടുത്ത്, അപ്പോൾ 1-2 സ്ഥലത്ത് വേക്കൻസി നോക്കിയപ്പോൾ റൂമിൽ വേക്കൻസി ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരെണ്ണത്തിൽ നോക്കിയപ്പം അവർ ആധാർ കാർഡും എല്ലാം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആധാർ കാർഡോ പിന്നെ ഏതാ അങ്ങനെ കുറച്ച്. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞു അത്രയൊന്നും ഇല്ല, അതായത് എടുക്കാൻ പറ്റിയില്ല. അഡ്മിറ്റ് കാർഡേ ഉള്ളൂ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ അവർ സമ്മതിച്ച്. അവിടെ ഈ പറഞ്ഞ രീതിയിൽ ഫുഡ് എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടി. വാടക കുറവായിരുന്നു. അവരിരുന്ന് കരയുന്നത്, കാരണം അവർക്ക് ഒന്നും അറിയത്തില്ല. അവർക്ക് ആദ്യമായിട്ട് വന്നപ്പം ആദ്യമായിട്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഇതൊക്കെ അകത്തോട്ടുള്ള ഏരിയ. ഇത് ഇപ്പം ഞാൻ നിൽക്കുന്നത് 3ാമത്തെ നിലയിലാണ്. ഇതിപ്പം മേളിലോട്ട് 7-8 നില വരെ ഉണ്ട്. മേളിലും താഴോട്ട് 2 നിലയുണ്ട്, മേളിലോട്ട് ഇനി 5-6 നിലകളുണ്ട്. ഇവിടെ എല്ലാം ഇതേ തിരക്കാണ്. അപ്പോഴാ അച്ഛനും ആ അമ്മയ്ക്കും മോനും ഞാൻ ഇന്നലെ എന്തായാലും ഒരു റൂം എടുത്ത് കൊടുക്കാൻ പറ്റി, നമ്മളെ കൊണ്ട് പറ്റുന്നൊരു സഹായം. പ്രത്യേകിച്ച് നിങ്ങൾ ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ നോക്കേണ്ടത് ആദ്യമേ ഒരു 2-3 ദിവസം മുമ്പേ ഇവിടെ വന്നൊന്ന് നോക്കണം. റൂം എന്തെങ്കിലും ഒരെണ്ണം തരപ്പെടുത്തിയിട്ടേ പോകാവൂ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടാണ് റേറ്റ് അവർ വാങ്ങിച്ചെടുക്കുന്നത്. റൂമിന് ഭയങ്കര റേറ്റായിരിക്കും. അതോടൊപ്പം ഫുഡ് പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ കാരുണ്യയിൽ അങ്ങനെയൊക്കെ ഉള്ളതിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്തെങ്കിലും എടുക്കണം. കാരണം ഇവിടെ വന്ന ശേഷമാണ് ഓരോ കുട്ടികളുടെയൊക്കെ അവസ്ഥ. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ സ്കൂളിൽ നിന്ന് കുട്ടികളെ ടൂർ കൊണ്ടുപോകുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വേണം കൊണ്ടുവരണം ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ കൊണ്ടുവരണം. കാരണം കുട്ടികളൊക്കെ കണ്ട് എല്ലാവരും ഇതൊന്ന് കണ്ടിരിക്കണം. അത്രയ്ക്കും ഭയങ്കരമാണ്. മൂക്കിൽ കൂടെയൊക്കെയാണ് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ഇതൊന്നും അല്ല, പറഞ്ഞാലൊന്നും നമുക്കത് മനസ്സിലാവില്ല, അത് കണ്ടാലേ അറിയാൻ പറ്റും. ഞാനിവിടെ എൻ്റെ ഫാദറിനെ കൊണ്ട് വന്നിട്ട് ഇപ്പം കുറച്ച് നാൾ മുമ്പേ ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ ഓരോ ടെസ്റ്റിനും അതിനും ഇതിനൊക്കെ. ഭയങ്കരമായിട്ട് ഉപ്പാട് വരും. പിന്നെ നല്ല ആരോഗ്യമുള്ള 1-2 പേര് കൂടെ ഉണ്ടായിരിക്കണം. എപ്പോഴും ഓടി ചാടി കിടന്ന് അവിടെ ആ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനും കൊണ്ടുപോകാനും മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാനും ഒക്കെ എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ള 1-2 പേര് കൂടെ ഉണ്ടായിരിക്കണം.
അവർ പറയും വിളിച്ചാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ എത്താൻ പറ്റുന്ന ആ സ്ഥലത്തായിരിക്കണം നിങ്ങൾ നിൽക്കേണ്ടത്. ഇതിപ്പോൾ ഒരു നിലയിൽ മാത്രമേ ഞാനിപ്പം കണ്ടുള്ളൂ. ഇതിന് മേളിലോട്ടെല്ലാം ഇതുപോലെയാണ്, കുട്ടിരിപ്പാലും ഒക്കെ ഉണ്ട്. ഒരു ഉണ്ടോ, ഇത് അങ്ങോട്ട് ഇനി ബ്ലഡ് കൊടുക്കുന്ന സ്ഥലമാണ്, ബ്ലഡ് ബാങ്കാണ്. അപ്പോൾ ഒത്തിരി ഭയങ്കരമാണ് ഇവിടത്തേക്ക്. കാരണം ഓരോ ദിവസം എത്രത്തോളം അഡ്മിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അറിയാമോ? അത് ആർസിസിലെ മാത്രം എടുത്ത് നോക്കിയാൽ ഒരു ദിവസം ഇത്രയും, ഏകദേശം കുറേ പേര്, ഇത്രയൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ 100 ആവാം, 150 ആവാം, അറിയില്ല. ഇന്നലെ ഉണ്ടായിരുന്നു, മിനിങ്ങാന്നുണ്ടായിരുന്നു, അങ്ങനെ ഓരോ ദിവസവും. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇത്രയും കൂടുതലായിട്ടാണ് ഇപ്പം. എനിക്കൊന്ന് ഫുഡിൻ്റെയൊക്കെ ആയിരിക്കാം ഈ പറഞ്ഞ വിഷമിട്ട മീനുകൾ വരുന്നത്, പച്ചക്കറികൾ എന്താണെന്ന് അറിയില്ല. എന്തായാലും എത്രയും വേഗം ഇതിനൊരു മരുന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കാരണം ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇതിൻ്റെ തീവ്രത മനസ്സിലാക്കുന്നത്. എപ്പോഴും ആളുകളാണ് വന്നിട്ടുള്ളവർക്ക് അറിയാം, വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മൾ പിന്നെ എന്നും വന്നിട്ടില്ല, എൻ്റെ ഫാദറിൻ്റെ ഇത് വന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ വരേണ്ടി വന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ പലരുടെയും അവസ്ഥ ഞാൻ കുറച്ച് പേരുടെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ അറിയുന്നത്. അപ്പോഴേ ഈ അസുഖത്തിൻ്റെ ലക്ഷണം ഉള്ളപ്പോഴേ പെട്ടെന്ന് തന്നെ വന്ന് ചികിത്സ അങ്ങ് തേടുക, അത്രയേ ഉള്ളൂ. കാരണം പിന്നീടാണ് അത് സർജറിയിലേക്ക് മാറുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്തിരുന്നൊരു വയസ്സാനടുത്ത് ഞാനിങ്ങനെ ചോദിച്ചു എന്തോ പറ്റി, എപ്പോഴും പറഞ്ഞ് ഭാര്യയ്ക്ക ആ എല്ലൊക്കെ നീക്കം ചെയ്യണമെന്ന്, താടിയെല്ലിൻ്റെ. അപ്പോൾ ആ പല്ലിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു കുരുപ്പ് പോലെ വന്നതാണ്. അതവർ കാര്യമാക്കിയില്ല. പിന്നെ അത് വളർന്ന് ഇച്ചിരി കൂടെ വളർന്ന് പിന്നെ പല്ലെടുക്കുന്നതിൻ്റെ എങ്ങാണ്ടൊക്കെ അങ്ങനെയൊക്കെ ആ ഒരു ചികിത്സ സമയം കളഞ്ഞു. ഒരു പെട്ടെന്ന് ആയിരുന്നു ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങ് ട്രീറ്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പേടിക്കാൻ നിൽക്കരുത്. സത്യം പറഞ്ഞാൽ ഒരു പരീക്ഷണം പോലെയാണ്. പേടിക്കരുതെന്ന് പറഞ്ഞാൽ ആ രോഗികൾക്ക് അതുപോലെ നല്ല ആത്മവിശ്വാസം കൊടുക്കുക. തുടക്കത്തിലേ അങ്ങ് നല്ലപോലെ ചികിത്സിച്ചൊക്കെ മാറ്റുക, വെച്ചുകൊണ്ടിരിക്കരുത്. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പലരും ഇത് ശ്രദ്ധിക്കത്തില്ല, അതിൻ്റെ തീവ്രാവസ്ഥയിൽ എത്തുമ്പോഴായിരിക്കും പിന്നീട് അറിയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എന്ത് വന്നാലും വെച്ചുകൊണ്ടിരിക്കരുതെന്നുള്ളതാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായിപ്പോകും. കൊച്ചുകുട്ടികളുടെയൊക്കെ ആ മജ്ജ മാറ്റി വയ്ക്കുന്നതും കൈയും കാലുമൊക്കെ സർജറി ചെയ്യുന്നതൊക്കെ ഭയങ്കരമാണ്. നമ്മളിവിടെ ഈ അഹങ്കാരമൊക്കെ മനസ്സിങ്ങനെ ഊറ്റം കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ദിവസം വന്ന് ഒരു രാവിലെ ഒരു 10 മണി തൊട്ട് ഒരു വൈകിട്ട് 5 മണി വരെ ഒന്ന് ഇരുന്നാൽ മതി, അതെല്ലാം താനേ അങ്ങ് മാറിയോളും. അതുപോലെ തന്നെ ഇവിടെ ഉച്ചയ്ക്കൊക്കെ ഫുഡൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെയൊക്കെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. കാരണം ഫുഡിനൊക്കെ ഇവിടെ പുറത്ത് ഭയങ്കര റേറ്റാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ കയറി, അവിടെ ഊണിന് 90 രൂപ എടുത്തത്. അതിനകത്ത് ആ ഊണും ഉണ്ട്, പിന്നെ അതിനകത്ത് മീൻകറിയും മീനിൻ്റെ ഒരു കഷ്ണവും വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇവിടെ നമ്മൾ നല്ല രീതിയിൽ ആഹാരം കഴിക്കാനൊന്നും അല്ലല്ലോ വരുന്നത്, ഒരു രോഗിയെ കൊണ്ട് ചികിത്സിക്കാൻ വരുന്നവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ വിശപ്പൊന്നും തോന്നില്ല. പക്ഷേ ഇതൊരു പകൽക്കൊള്ള പോലെയാണ് നടക്കുന്നത്. ആ സമയത്ത് ഒരു 90 രൂപ വാങ്ങിച്ച് നമുക്ക് വിശാലമായിട്ടുള്ള ഊണ് നിന്ന് നമ്മളെ സന്തോഷിപ്പിക്കാൻ ഇവർ നമ്മൾ പിന്നെ അവിടെ വന്നിരുന്നു കഴിച്ചു. പക്ഷേ ഇവിടെ ഫുഡ് കോർട്ടുണ്ട്, ഇതിനകത്ത് 40 രൂപയേ ഉള്ളൂ. പിന്നെ സന്നദ്ധ സംഘടനകൾ ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കഴിവുള്ളവരൊക്കെ അതുപോലെ കൊണ്ടുവന്ന് കൊടുത്താൽ അതുപോലെ ഉപകാരമായിരിക്കും. കാരണം അത്രയ്ക്കും പൈസയ്ക്ക് വിലയുള്ള ഒരു സമയവും കൂടിയായിരിക്കും ഈ സമയം എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ ഹോട്ടലുകളൊക്കെ കൊന്നെടുക്കും, ഭയങ്കര റേറ്റാണ്. നമ്മളിപ്പോൾ സാധാരണ ഒരു ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിക്കാൻ കയറുന്നതിനാ വയറ് നിറയാൻ വേണ്ടിയാണ്. എന്നെയൊക്കെ സംബന്ധിച്ചുള്ള നമ്മളൊക്കെ ഒരു സാധാരണക്കാരാണ്. പക്ഷേ നമ്മളെയൊക്കെ അവരെന്തുവാ ഈ ആവശ്യമില്ലാത്ത എന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് മീനോ പൊരിച്ച മീനോ കഴിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും ആയിരിക്കത്തില്ല അവർ. നമ്മൾ ഇപ്പം ഞാൻ വാങ്ങിച്ച ചോറിനകത്ത് 90 രൂപ എടുത്തു അവർ ഊണിന്. അതായത് മീൻ കറിയും കൂടെ അതിനകത്തുണ്ട്. ഇപ്പോൾ എനിക്ക് ആ മീൻ കറി ഇല്ലെങ്കിലും ഞാൻ അതിനകത്ത് ഊണിൻ്റെ കൂടെ കിട്ടുന്ന കറിയും കഴിച്ച് ഞാനത് ചോറ് കഴിക്കും. എനിക്കിപ്പോൾ ആ മീൻ കറി നിർബന്ധമില്ല. നമ്മൾ പോലും അറിയാതെ നമ്മളെ ചോദിക്കാതെ അവരത് അതിനകത്ത് കൊണ്ടങ്ങ് വയ്ക്കും. ആദ്യം ടോക്കൺ എടുത്ത് പൈസ അടച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഊണിന് മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിവതും ഇങ്ങനെയുള്ളതിനകത്ത് കഴിവതും ഈ ഫുഡ് കോർട്ടിൽ നിന്ന് തന്നെ ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ നോക്കുക.